നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രീതി ഭാവിയിൽ വരുന്നൊരു സമയത്ത് ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മലയാളത്തിൽ നമ്മൾ പൊതുവെ സംസാരിക്കാറുണ്ട്, ഞാൻ പഠിക്കുകയായിരിക്കും, ഞാൻ കളിക്കുകയായിരിക്കും, അവൾ സഹായിക്കുകയായിരിക്കും, അവൻ വീട്ടിലായിരിക്കും, അവൻ ക്ലാസ്സിലായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 71ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മുഴുവൻ ക്ലാസ്സിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണോ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത് ആ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കണം. അല്ലാതെ എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞതിന് ശേഷം മാത്രം ഞാൻ സംസാരിക്കൂ എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. കാരണം നമ്മൾ മുമ്പുള്ള പഠിച്ച കാര്യങ്ങളൊക്കെ പതുക്കെ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കണം. അഥവാ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാനുള്ള ഒരു അവസരം മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിലുണ്ടാവും. കൂടാതെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പഠിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പഠിക്കുകയായിരിക്കും. ഐ വിൽ ബി സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുകയായിരിക്കും. ഇതിൻ്റെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാക്കുകളുടെ ഓർഡറും സാഹചര്യവുമാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സാഹചര്യം എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്നാണ് പറയുന്നത്. കുറച്ച് സമയം നീണ്ടു നിന്ന് ചെയ്യുകയായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാക്കുകളുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ഇവിടെ എന്നുള്ളത് ഐ എന്നുള്ളതാണ്, ഐ ചേർക്കാം. രണ്ടാമത് വില്ല് ചേർക്കാം. മൂന്നാമത് ബി ചേർക്കാം. നാലാമത് എന്താണോ പ്രവൃത്തി വരുന്നത്, ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ് പ്രവൃത്തി വരുന്നത്. അതിൻ്റെ കൂടെ ഒരു ING ചേർക്കുക. B1ൻ്റെ കൂടെ ING ചേർക്കുക. ഇതാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവൾ പഠിപ്പിക്കുകയായിരിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. പഠിപ്പിക്കുക എന്നുള്ളത് ടീച്ച് എന്നുള്ളതാണ്. ഷീ വിൽ ബി ടീച്ചിങ്. അവൾ പഠിപ്പിക്കുകയായിരിക്കും. അവൻ ഉറങ്ങുകയായിരിക്കും എന്നങ്ങനെ പറയാം. അവൻ ഉറങ്ങുകയായിരിക്കും. ഹി വിൽ ബി സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയായിരിക്കും. അവർ പോകുകയായിരിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. അവർ പോകുകയായിരിക്കും. ദേ വിൽ ബി ഗോയിങ്. അവർ പോകുകയായിരിക്കും. അവൾ വരികയായിരിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ വരികയായിരിക്കും. ഷീ വിൽ ബി കമ്മിങ്. അവൾ വരികയായിരിക്കും. നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഉദാഹരണമാണ്. പക്ഷേങ്കിൽ നമുക്ക് ഒരു സാഹചര്യം മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ. നമുക്കടുത്തത് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നാളെ ഈ സമയം ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. ഭാവിയിലേക്ക് ഞാൻ അങ്ങനെ ചെയ്യുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഐ വിൽ ബി ട്രാവലിംഗ് ടു ഡൽഹി ദിസ് ടൈം ടുമോറോ. ഞാൻ നാളെ ഈ സമയം ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ രാത്രി ഉറങ്ങുകയായിരിക്കും എന്നിങ്ങനെ പറയാൻ പറ്റും. ഷീ വിൽ ബി സ്ലീപ്പിംഗ് അറ്റ് നൈറ്റ്. അവൾ രാത്രി ഉറങ്ങുകയായിരിക്കും. ഞാൻ നാളെ കത്ത് എഴുതുകയായിരിക്കും എന്നിങ്ങനെ പറയാൻ പറ്റും. ഐ വിൽ ബി റൈറ്റിംഗ് ദ ലെറ്റർ ടുമോറോ. ഞാൻ നാളെ കത്ത് എഴുതുകയായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ അമ്മയെ സഹായിക്കുകയായിരിക്കും എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വിൽ ബി ഹെൽപ്പിംഗ് മൈ മദർ ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ അമ്മയെ സഹായിക്കുകയായിരിക്കും. ഇത് പറയുന്നത് ഭാവിയിൽ ഒരു കാര്യം ചെയ്യുകയായിരിക്കും. നീ നാളെ രാവിലെ എന്ത് ചെയ്യുമായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ പറ്റുന്നതാണ്. ഐ വിൽ ബി ഹെൽപ്പിംഗ് മൈ മദർ ടു മേക്ക് എ ബ്രേക്ക്ഫാസ്റ്റ്. ടു മേക്ക് എന്ന് പറയുന്ന കാൻ എന്നുള്ള ഒരു അർത്ഥം. ടു മേക്ക് ഉണ്ടാക്കാൻ,
ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾ വരുമ്പോൾ ഞാൻ പാർക്കിൽ ഇരിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? വെൻ യു കം ഐ വിൽ ബി സിറ്റിംഗ് ഇൻ ദ പാർക്ക്. നിങ്ങൾ വരുമ്പോൾ ഞാൻ പാർക്കിൽ ഇരിക്കുകയായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ നാളെ 8 മണിക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഐ വിൽ ബി അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ് ടുമോറോ അറ്റ് 8 o'clock. ഞാൻ നാളെ 8 മണിക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. നാളെ രാവിലെ അവൾ നടക്കാൻ പോകുകയായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വിൽ ബി ഗോയിങ് ഫോർ എ വാക്ക് ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ അവൾ നടക്കാൻ പോകുകയായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. നാളെ ഈ സമയത്ത് ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം മുൻകൂട്ടി പറയുന്നതാണ്. ഐ വിൽ ബി ട്രാവലിംഗ് ബൈ ഫ്ലൈറ്റ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഞാൻ നാളെ ഈ സമയത്ത് ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരിക്കും. നമ്മളിപ്പം നോക്കിയത് ഭാവിയിൽ ഒരു പ്രവൃത്തി ചെയ്യുകയായിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പം നോക്കിയത്. നമുക്ക് അടുത്തത് ഭാവിയിൽ ഞാനൊരു സ്ഥലത്ത് ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ നാളെ ക്ലാസ്സിലായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വിൽ ബി അറ്റ് ദ ക്ലാസ് ടുമോറോ. ഞാൻ നാളെ ക്ലാസ്സിലായിരിക്കും. ഭാവിയിൽ ഒരു സ്ഥലത്തായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഒരു പ്രവൃത്തിയുടെ കൂടെ ING ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലെന്ന് പറയുന്നത് INGയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. അവൻ അടുത്തയാഴ്ച വീട്ടിലായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? അവൻ അടുത്തയാഴ്ച വീട്ടിലായിരിക്കും. ഹി വിൽ ബി അറ്റ് ഹോം നെക്സ്റ്റ് വീക്ക്. അവൻ അടുത്തയാഴ്ച വീട്ടിലായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. അവർ നാളെ രാവിലെ ഓഫീസിലായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ വിൽ ബി അറ്റ് ദ ഓഫീസ് ടുമോറോ മോർണിംഗ്. അവർ നാളെ രാവിലെ ഓഫീസിലായിരിക്കും. ഞാൻ 10 മണി കഴിഞ്ഞാൽ തിരക്കിലായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ 10 മണി കഴിഞ്ഞാൽ തിരക്കിലായിരിക്കും. ഐ വിൽ ബി ബിസി ആഫ്റ്റർ 10 o'clock. ഞാൻ 10 മണി കഴിഞ്ഞാൽ തിരക്കിലായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അവിടെ തനിച്ചായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? തനിച്ച് എന്ന് പറയുന്നത് അലോൺ എന്നാണ് പറയുക. അവൾ അവിടെ തനിച്ചായിരിക്കും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അവൾ അവിടെ തനിച്ചായിരിക്കും. ഷീ വിൽ ബി അലോൺ ദെയർ. അവൾ അവിടെ തനിച്ചായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. അടുത്ത മാസം ഞാൻ ദുബായിലായിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വിൽ ബി ഇൻ ദുബായ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞാൻ ദുബായിലായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. നാളെ അവൾ എൻ്റെ കൂടെ ആയിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ വിൽ ബി വിത്ത് മീ ടുമോറോ. നാളെ അവൾ എൻ്റെ കൂടെ ആയിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അവിടെ ആയിരിക്കും എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ അവിടെ ആയിരിക്കും. ഐ വിൽ ബി ദെയർ വിത്തിൻ എ ഫ്യൂ മിനിറ്റ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അവിടെ ആയിരിക്കും എന്ന് വെച്ചാൽ അതിനെ അർത്ഥമാക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അവിടെ എത്തും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഇന്നർ മീനിങ് വരുന്നത്. നമ്മളിപ്പോൾ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ഉദാഹരണമാണ്. നമുക്ക് അടുത്തത് നെഗറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ഉദാഹരണം നോക്കാം. വില്ലിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. വിൽ നോട്ട് എന്നും പറയാം, അതിനെ ഷോർട്ടാക്കിയിട്ട് വോണ്ട് എന്നും പറയാൻ പറ്റുന്നതാണ്. ഐ വോണ്ട് ബി സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുകയായിരിക്കില്ല. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. ഞാൻ പോകുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വോണ്ട് ബി ഗോയിങ്. ഞാൻ പോകുകയായിരിക്കില്ല. അവൾ ഉറങ്ങുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ ഉറങ്ങുകയായിരിക്കില്ല. ഷീ വോണ്ട് ബി സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയായിരിക്കില്ല. അവർ വരികയായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവർ വരികയായിരിക്കില്ല. ദേ വോണ്ട് ബി കമ്മിങ്. അവർ വരികയായിരിക്കില്ല. അവൻ സഹായിക്കുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൻ സഹായിക്കുകയായിരിക്കില്ല. ഹി വോണ്ട് ബി ഹെൽപ്പിംഗ്. അവൻ സഹായിക്കുകയായിരിക്കില്ല. നമുക്കടുത്തത് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണം നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ആരെങ്കിലും ചോദിക്കുകയാണ്, നീ നാളെ നിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരിക്കില്ലേ? അപ്പം പറയുകയാണില്ല, ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരിക്കില്ല. ഐ വോണ്ട് ബി പ്രിപ്പയറിംഗ് ഫോർ മൈ എക്സാം. ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരിക്കില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ രാത്രി ഉറങ്ങുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ചെയ്യുകയായിരിക്കില്ല. ഹി വോണ്ട് ബി സ്ലീപ്പിംഗ് അറ്റ് നൈറ്റ്. അവൻ രാത്രി ഉറങ്ങുകയായിരിക്കില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ നാളെ എവിടെയും പോകുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാം? ഐ വോണ്ട് ബി ഗോയിങ് എനിവെയർ ടുമോറോ. ഞാൻ നാളെ എവിടെയും പോകുകയായിരിക്കില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർ വ്യായാമം ചെയ്യുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഭാവിയിൽ അങ്ങനെ ചെയ്യുകയായിരിക്കില്ല എന്നാണ് പറയുന്നത്. ദേ വോണ്ട് ബി ഡൂയിങ് എക്സസൈസ്. അവർ വ്യായാമം ചെയ്യുകയായിരിക്കില്ല. അടുത്ത ഉദാഹരണം നോക്കാം. നാളെ അവൾ വീട്ടിലായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും?
ഷീ വിൽ നോട്ട് ബി അറ്റ് ഹോം ടുമോറോ. നാളെ അവൾ വീട്ടിലായിരിക്കില്ല. ഭാവിയിൽ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ഇന്ന് ഉച്ചക്ക് ഞാൻ ഓഫീസിലായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ വിൽ നോട്ട് ബി അറ്റ് ഓഫീസ് ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചക്ക് ഞാൻ ഓഫീസിലായിരിക്കില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അവിടെ തനിച്ചായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ അവിടെ തനിച്ചായിരിക്കില്ല. ഷീ വിൽ നോട്ട് ബി അലോൺ ദെയർ. അവൾ അവിടെ തനിച്ചായിരിക്കില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ നാളെ ഫ്രീ ആയിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഹി വിൽ നോട്ട് ബി ഫ്രീ ടുമോറോ. അവൻ നാളെ ഫ്രീ ആയിരിക്കില്ല. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. വിൽ ബി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് അവിടെ ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.